ഹലോ, ഇന്ന് രാവിലെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഒരു തുടക്കം കണ്ടപ്പോൾ നല്ല ഭംഗിയായില്ലേ? നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തോന്നുന്നുണ്ടോ? ഈ തണുപ്പത്ത് ഞാനിപ്പോൾ എനിക്ക് ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ രാവിലെ ഈ സമയമായി. അപ്പോൾ ഇന്ന് വലിയ തണുപ്പൊന്നുമില്ല, മഴയില്ല. നല്ലൊരു പകൽ രാവിലെ കാണാം. നല്ല ഇതാണെന്ന് തോന്നുന്നു ഇന്നത്തെ ദിവസം. അറിയില്ല, ഇവിടുത്തെ വെതറൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മഴ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ ആണേ, അവിടെയാണ്. അങ്ങോട്ട് പോകണം. സോ രാവിലെ ഇനിയിപ്പം 2 ദിവസം ഓഫാണ്. ഈ ദിവസങ്ങളിലൊക്കെ കുറച്ച് വീഡിയോസ് എടുക്കണം, നിങ്ങളെ കാണിക്കണം, എന്തെങ്കിലും കുക്ക് ചെയ്യണം. കുക്കിംഗ് പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെയൊന്നും കാണിക്കാൻ നമ്മുടെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതും. പിന്നെ ഞങ്ങൾ ജസ്റ്റ് വന്നല്ലേ ഉള്ളൂ, ഇവരുടെ കുറച്ച് ഫുഡുകളെല്ലാം കാണിക്കണമെന്നുണ്ട്. വഴിയെ കാണിച്ചുതരാം കേട്ടോ. ഇവിടുത്തെ മാത്രമല്ല, വേറെ പല സ്ഥലത്തെയും. സോ ഹലോ, ഇന്നലെ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഇന്ന് ഞാൻ വന്നിട്ട് നാളെ എനിക്ക് ഡ്യൂട്ടിയില്ല. അപ്പം ഇന്നെന്താ പറയുക, കുറച്ച് ചോറ് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ബസ്മതി റൈസാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. സാധാരണ നമ്മുടെ റൈസ് കുക്കറിലൊന്നുമല്ല, ഇത് നോർമൽ പാത്രത്തിൽ. അപ്പം ഇന്ന് ചെറുതായിട്ടൊരു കുക്കിംഗ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ചെറുപയർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടെടുക്കുക. പിന്നെ സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കുറച്ച് ചിക്കൻ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ എല്ലാം ഇട്ടിട്ട്, വേറെ അധികം മസാലയൊന്നും ചേർത്തില്ല, ജസ്റ്റ് ഒന്നും മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി എന്താ പറയുക, ഇന്നലെ ഞാൻ കുറച്ച് പരിപ്പറി ഉണ്ടാക്കിയായിരുന്നു രാവിലെ ദോശയ്ക്ക്. അപ്പം അത് ഇരിക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ ചോറ് ഇത് ചീത്തയാവത്തില്ലല്ലോ. അപ്പം 2 ദിവസം കഴിക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിലിരുന്ന് അതങ്ങ് കഴിക്കാം. അപ്പോൾ അതങ്ങനെ. അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി കൂടുതൽ കുക്കിംഗ് ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒന്ന് സെറ്റ് ആവാനായിട്ട് വന്നിട്ടിപ്പോൾ ലാസ്റ്റ് 26 നവംബറിലാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞപ്പോഴാണ് ജോലിക്ക് കയറിയത്. അപ്പം കുറേ കാര്യങ്ങൾ ശരിയാക്കാനും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് ശരിയായിട്ട് വേണം. ജോലി ഒന്ന് ട്രാവലിംഗ് വെച്ചൊരു ഇതാണ്. അപ്പോൾ ട്രാവൽ ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ അതൊക്കെ ഒന്നായിട്ട് എനിക്ക് എന്താ പറയുക, ഞാനെല്ലാം കാണിക്കാം. ഇവിടുത്തെ സ്ട്രീറ്റിലെ കാര്യങ്ങളും അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സലാഡിന് വേണ്ടതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടോ. അപ്പം ചോറായി, ചെറുപയറും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഈ റൂമിൻ്റെ ഏകദേശം ഇത് കാണിച്ചു തരാം. ഈ ഒരു പോർഷൻ വിസിറ്റിംഗ് പോർഷനാണ്. ഇത് ഞങ്ങൾക്ക് എടുത്തു തന്ന വീട് നല്ല സൗകര്യമുണ്ട് കേട്ടോ, എല്ലാവിധ സൗകര്യമുണ്ട്. അപ്പോൾ ജോലിക്ക് എനിക്ക് പോകണമെങ്കിൽ ഇച്ചിരി ദൂരം ഉണ്ടെന്നുള്ളൂ. ബട്ട് ഇത് നല്ല ക്വയറ്റ് പ്ലേസാണ്. പുറത്തിറങ്ങി ജസ്റ്റ് കാണിക്കുക, ഭയങ്കര തണുപ്പാണ്. എന്താ പറയുക, അത് ഞങ്ങളുടെ ഇവിടെ നിന്നെല്ലാം കാണാൻ രസമാണ്. പക്ഷേ തണുപ്പ്, നോർമൽ ഡ്രസ്സ് ഇട്ടുകൊണ്ടും ഒന്നും വരാൻ പറ്റത്തില്ല. അവിടെയൊക്കെ നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തും ഉണ്ട് ഒരെണ്ണം, അങ്ങേ സൈഡിലും ഉണ്ട് ഒരെണ്ണം. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ ഭയങ്കര നല്ലൊരു സ്ഥലമായിട്ടാണ്. ഇതുവരെ അറിയത്തില്ല, ഞാൻ ജസ്റ്റ് പുതിയ ആളല്ലേ. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല മനുഷ്യരും കാര്യങ്ങളാണ്. ഇത് പുറത്തുനിന്ന് കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു പുറത്തിങ്ങനെ കാണാം. അവിടെ നല്ല രസം. അവിടെ രാത്രി ആകുമ്പോൾ കാണാൻ നേരെ കാണുന്നത് വലിയൊരു ഷോപ്പിംഗ് സെൻറ്ററാണ്.
അപ്പം ഇവിടെ ഇപ്പോൾ ഈ തണുപ്പ് കാരണം അത് അപ്പുറത്തെ വീട്ടിൽ ഓറഞ്ച് അങ്ങാണ്ട് നിൽക്കുന്നുണ്ട്, ഇവിടെ നിന്ന് കാണാൻ പറ്റും. എനിക്കപ്പോൾ അത് ഭയങ്കര തണുത്ത കാറ്റ്. അപ്പം പിന്നീട് ഇതൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഈ മരം, ഇവിടെയുള്ള മരങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ. വെറൈറ്റി ഇലകളാണ്. ശരിക്കും നമ്മളത് കാണേണ്ടത് തന്നെയാണ്. എന്താ പറയുക, അത് ശരിക്കും ഒരുമാതിരി പൂക്കൾ നിൽക്കുന്ന പോലെയാണ് ഇവിടുത്തെ ഇലകൾ. ഇലകൾ നല്ല രസമാണ്. അത് ഇനി വരട്ടെ, വിൻ്റർ ഒന്ന് മാറി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ്. ഞങ്ങൾ ഒന്നിറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് മരങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ഒരു സൈഡ്. പിന്നെ മുറിയൊന്നും റെഡി ആക്കണം. മുറി ശരിയായിട്ടില്ല. അപ്പോൾ അന്ന് കുറച്ച് ആയല്ലേ ഉള്ളൂ. കഴിഞ്ഞ 26-ന് വന്നതാണ്, നവംബർ. അപ്പം അതിനിടയ്ക്ക് വന്ന ഒരാഴ്ച കുറച്ച് പേപ്പർ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ജോലിക്ക് കയറി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോക്സ് എന്ന് കണ്ടാലറിയാം. യൂറോപ്പിലൊക്കെ ഉള്ള ആൾക്കാർക്ക്, UK ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഇതൊരു ബോക്സ് റൂമാണ്. ബോക്സ് റൂം പോലത്തെ ഒരു ഹൗസ്, മേളിൽ ടോപ്പിൽ. ബട്ട് എന്നിരുന്നാൽ പോലും ഇത് നല്ല സൗകര്യം. ഞാൻ പണ്ട് UK ബോക്സ് റൂം ഞാൻ താമസിച്ചിട്ടുണ്ട്. ബട്ട് അത് ഹൈറ്റ് ലെവല് ശരിക്കും ഇല്ല. നമ്മൾ ശരിക്കും ബോക്സ് റൂം എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ തലയൊക്കെ മുട്ടും. അപ്പോൾ എനിക്ക് വലിയ ഹൈറ്റൊന്നുമില്ല, പക്ഷെ അത് മുട്ടും. ബട്ട് ഇതങ്ങനെയല്ല. അത് കണ്ടോ, നല്ല ലെങ്ത്തും നല്ല ഇതുമാണ് കേട്ടോ. നല്ല സൗകര്യവും നല്ല രസമാണ്. പിന്നെ സെപ്പറേറ്റ് കിച്ചൺ, താഴെ റൂമുണ്ട്, താഴെയുണ്ട്. അതിൻ്റെ താഴെ ഫസ്റ്റ് ഫ്ലോർ, ബേസ്മെൻ്റ് ഒന്നുമല്ല. ഇത് കിച്ചൺ ഇത്ര ആണെങ്കിൽ അത്യാവശ്യം കുക്കിംഗ് ഞങ്ങൾക്ക് ചെയ്യാം. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാം സെറ്റ് ചെയ്ത് ഉണ്ട് അവിടെ. പിന്നെ ഇത് കബോർഡ് വർക്ക് എല്ലാം റെഡിയാണ്. ബട്ട് ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ നമുക്കൊരു സാധനം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയില്ല. അതൊരു വേറെ കാര്യമാണ്. അപ്പം ഞാനേ ഈ ചിക്കൻ എന്ത് ചെയ്യുന്ന ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ആവശ്യത്തിന് അതിൻ്റെ ഓയിൽ, ഈ പറഞ്ഞ മാതിരി എനിക്ക് ഒത്തിരി നല്ല ഇഷ്ടമല്ല, പക്ഷെ ഇത് മൊത്തത്തിലൊന്നും ശരിയാവണ്ടേ. അപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു. എന്നിട്ട് അതൊന്ന് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകണം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാം എന്ന് വെച്ചിട്ട് ഇവിടെ ഒരു കറിയാണ്. പക്ഷെ ഇത് ഓയിലൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ദേ ഇവിടേക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഒരു അപ്പാപ്പൻ നിന്ന് മനോഹരമായ ഒരു പാട്ട് പാടുക, വളരെ ചിരിച്ച്, നല്ല ഒരുവിധം പ്രായമുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ മ്യൂസിക് കേട്ടിട്ട് എന്തോ എനിക്ക് തോന്നുന്നു സംതിങ് സാഡാണോ സന്തോഷമാണോ എന്താണെന്നറിയില്ല. ഒരു കൊള്ളാം. എനിവേ കേൾക്കാനായിട്ട് നല്ല ഒരു പ്രത്യേക സുഖമുണ്ട്. ഈ തണുപ്പത്ത് ഈ അപ്പാപ്പ നിന്ന് പാടുന്നത് തന്നെ വലിയ കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ ഉപജീവനമായിരിക്കണം. അതേ 2025 ഞാൻ നേരത്തെ കാണിച്ചിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. എന്തായാലും ഈ ലാസ്റ്റ് വർഷം നല്ലതായിരുന്നു. എല്ലാവർക്കും നല്ലതായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ഇനിയും പുതിയ വർഷം നമുക്ക് എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. എനിക്കും എല്ലാവർക്കും അതാണല്ലോ എല്ലാവരുടെ ഒരു പ്രാർത്ഥന. കാരണം പ്രാവശ്യം ഓരോ പ്രശ്നങ്ങളാണ്, നമുക്കറിയാം, മനസ്സിലാക്കാം. ഇത് കണ്ടോ, ദേ ഇവിടേക്ക് വരുമ്പോൾ ഒരു രണ്ട് പേര് നിന്നിട്ട് ഇങ്ങനെ ബോട്ടിൽസ് എറിയുമോ മേലിലേക്ക്, കളർഫുള്ളായിട്ടുള്ള ബോട്ടിൽസ്. അത് ഞാനിവിടെ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്തായാലും അത് കാണാനും അത് ആസ്വദിക്കാനും കുറച്ച് പേര് അവിടെ ചുറ്റും കൂടി നിൽക്കുവാണ്. പ്രത്യേകിച്ചും കുട്ടികളെയും കൊണ്ട് വരുന്നവർ. നല്ല രസമുണ്ട് കേട്ടോ അവർ ചെയ്യുന്നത്. അവനിങ്ങനെ മജീഷ്യന്മാരാണെന്ന് തോന്നുന്നു. അവരിൽ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അവർ വളരെ ഇവിടുത്തെ ക്രീഷ്യൻ ഭാഷയാണ് അവർ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കിവിടെ ബേസിക് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. പക്ഷേ ഈ ഒരു രാജ്യത്തേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞത് എന്താ പറയുക, മിക്ക ആൾക്കാരും കേട്ടിട്ടില്ല എന്ന് പറയും. പക്ഷെ ഞാൻ എവിടേക്കോ കേട്ട പോലെ എനിക്ക് തോന്നി. വളരെ നല്ല ഭംഗിയുള്ളൊരു ഭയങ്കര നേച്ചറായിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥ
ഇപ്പം തണുപ്പാണ്, പിന്നെ എങ്ങനെയാണ് മഴയുണ്ടെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് മഴ, വേറെ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ എന്ത് മനോഹരം, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരും കേട്ടോ, അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും. ഇതേ പുള്ളി അവിടെ മാജിക് എന്തോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഞാനിതേ വീണ്ടും ഇങ്ങോട്ട് വന്നു. ഇതേ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. ഞാനത് കുറച്ചൊന്നും നിങ്ങളെ കാര്യമായിട്ട് കാണിക്കാൻ പറ്റിയില്ല. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ യൂറോപ്പ് കൺട്രീസിലും ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയത്തില്ല, എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ വന്നുകൊണ്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസായിട്ട് തോന്നി. കാരണം മുമ്പ് ഞാൻ UK-യിലായിരുന്ന സമയത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഓക്സ്ഫോർഡ് സർക്കസും ഒക്കെ ആണല്ലോ അതിൻ്റെ സെൻട്രൽ ഭാഗം. അപ്പം അവിടെയാണ് ഞാനൊക്കെ വർക്ക് ചെയ്തിരുന്നത്. അവിടുന്ന് കുറച്ചും അങ്ങോട്ട് നീങ്ങിയിട്ട് എനിക്കൊന്ന് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് ഉണ്ടല്ലോ അവിടെ ആ ഭാഗത്ത്. അപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അവർ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഒരു ഭാഗമാണ്. അങ്ങനെ ഇതിൻ്റെ പല സ്ഥലത്തും ഇവർ ഈ സിറ്റി സഗ്രീബ് എന്നതാണ് ഇവരുടെ മെയിൻ സിറ്റി. ഫുള്ളും ഇങ്ങനെ ലൈറ്റ്സാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവരിങ്ങനെ ഓരോ കൂടാരം പോലെ ഓരോ ചിലപ്പോൾ ഈ ടൗൺ പോലെ ഉണ്ടാവത്തല്ലോ നമ്മുടെ അവിടുത്തെ ഇങ്ങനെ 4 ജംഗ്ഷൻസ് ഇങ്ങനെ കൂടുന്നത്. അപ്പോൾ അത് അവിടുന്ന് അവർ ഡ്രാം പോകുന്നതും അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ കൂടാരം പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയൊക്കെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇത് അവരുടെ ബിസിനസ് മൈൻഡായിരിക്കണം. എന്തായാലും ഇതേ ഇവിടെ ഒരു കുട്ടിയുടെ പിക്ചർ എടുക്കുന്ന ഒരു ബോളിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാം വളരെ മനോഹരമാണ്. അപ്പം എന്താ പറയുക, ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടായിട്ട് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെയുള്ളവർ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ആഴ്ചയിൽ 3 ദിവസം വർക്ക് ചെയ്യും, ബാക്കി ഇവർ എൻജോയ് ചെയ്യുവാണ്. എനിക്ക് ഒന്നും കൂടി നിങ്ങളിതൊന്ന് കാണിക്കണമെന്ന് തോന്നി, കാര്യമായിട്ട് പറയണമെന്ന് തോന്നി. ബാക്കി എന്തായാലും ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇവരുടെ ഫുഡും കാര്യങ്ങളും ഓരോന്നായിട്ട് ഞാൻ കാണിക്കും. പിന്നെ ഇത് എന്ന് പറയുന്നത് ഞാനൊരു പാർക്ക് കാണിച്ചിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ ഓരോ ഏരിയയിൽ ഇവർ ഈ പറഞ്ഞ പോലെ ഇത് കണ്ടോ, കുറച്ച് ഇതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളുമാണ്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ശരിക്കും നമ്മുടെ നാട്ടിൽ വെള്ളത്തിലാണ് കുളിക്കണമെങ്കിൽ ഇവിടെ മറ്റ് ബിയറും ഇതാണ് ബോയ്സിന് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ് കേട്ടോ. ഇതായിട്ട് എടുക്കരുത്, ഇനി ഇതിനെ കളിയാക്കൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട്. ഇവിടെയും ഇത് കുട്ടികളുടേതായ കുറച്ച് കാര്യങ്ങൾ. ഇവിടെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അവിടെ എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റില്ല. കാരണം അവിടെ കുറച്ച് ആണുങ്ങളൊക്കെ വന്നിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രിങ്ക്സ്. അതിൻ്റെ ഇങ്ങനെ ഓരോ ലൈനിൽ ഇവരുണ്ടല്ലോ. ഇവിടെ തണുപ്പ് രാജ്യമുണ്ടല്ലോ, എന്നിട്ട് എന്നാലും ഇവർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്ക് എന്തോ ഓപ്പൺ പ്ലേസ് അല്ലേ, അപ്പോൾ തണുപ്പായിരിക്കും. അപ്പോൾ അതിന് മേളിൽ ഇങ്ങനെ നല്ല ചൂടൊക്കെ ഇട്ടാനായിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ശരിക്കും ബിസിനസ് ട്രിക്കാണ് ഇതൊക്കെ, കൊള്ളാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് വരുന്നതിന് നമ്മുടെ നാട്ടിൽ പോലെ പൈസ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. എന്തായാലും കൊള്ളാം, നല്ല രസമാണ്. ഈ സാറ്റർഡേ ഒക്കെയാണ് ഇവർക്ക് ഏറ്റവും എൻജോയ് ചെയ്യുന്നത്. മിക്ക ദിവസങ്ങളിലും എനിക്കാണ് ആഴ്ചയിൽ 3 days വർക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ 4 days. അത് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ജോലിയും മാത്രമായിരിക്കത്തില്ല, ചിലപ്പോൾ ഒരു പാർട്ട് ടൈമൊക്കെ കൂടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലൈറ്റ്, ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ലൈറ്റ് കേട്ടോ. ലൈറ്റ് മീൻസ് ചൂട് കിട്ടുന്നതാണ് അത്. നല്ല ചൂട് കിട്ടും അതിൻ്റെ താഴെ നിന്ന്. സോ എന്തായാലും കൊള്ളാം. നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ഫാമിലിയായിട്ടൊക്കെ ജീവിക്കാൻ പറ്റിയ സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. ബട്ട് നോക്കട്ടെ, ഇപ്പം ലേറ്റർ ഞാൻ പറയാം. ഇതും ഇതേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ എന്താ പറയുക, അതേ കുഞ്ഞ് അത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. കുഞ്ഞ് ഇങ്ങനെ ഹൗസസ് ആണ് ഇപ്പുറത്ത്. അത് അപ്പോൾ വീണ്ടും ഞാൻ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റേതായ ബാക്കിൽ റെസ്റ്റോറൻറ്റ്സ് ആൻഡ് കോഫി ഷോപ്പ് സംതിങ് അങ്ങനെ കുറച്ച് ചെറിയ ഷോപ്സാണ്. അത് അവർ മനോഹരമായിട്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങടേക്ക് ക്യാമറയും കൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. മാക്സിമം പോയി നോക്കാൻ ഭയങ്കര ക്രൗഡഡ് ആണ്. ബട്ട് ടോട്ടലി നോക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ. ഇതിവിടെ ഒരു നല്ല ഭംഗിയുണ്ട്. ഇവരുടെ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്. ഞാൻ ഈ പറഞ്ഞ പോലെ മുമ്പ് UK-യിലായിരുന്നെങ്കിൽ പോലും ഞാൻ ഇത്രയും മനോഹരമായിട്ട് കണ്ടിട്ടില്ല. ഇതിൻ്റെ സെൻട്രൽ സിറ്റിയാണ്. ഇത് എന്തായാലും നല്ലൊരു അനുഭവം തന്നെയാണ്. ഇതിന് ബാക്കി ഭാഗങ്ങൾ പുറകെ കാണിക്കാം. അപ്പോൾ ബൈ.